നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിയിലാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമ്മേളനം നടന്നു. ഇതിനെതിരെ ബി.ജെ.പി. ചട്ടലംഘനം ആരോപിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആറ്റിങ്ങലിലെ വി മുരളീധരന്റെ പോസ്റ്ററിൽ വിഗ്രഹം ഇടം പിടിച്ചതിനെതിരെ എൽ.ഡി.എഫും പരാതി നൽകി. തൃശൂരിൽ വി.എസ്. സുനിൽകുമാർ തൃപ്രയാർ തേവരുടെ രൂപം വെച്ചു എന്നാരോപിച്ച് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ 4 സ്ഥാനാർത്ഥികൾ കൂടി ആയതോടെ മത്സരചിത്രം പൂർണ്ണമായിട്ടുണ്ട്. ശക്തമായ മത്സരത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് സ്ഥാനാർത്ഥിയായതെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. മണ്ഡലങ്ങളുടെ മനസ്സിലെന്ത്? ജയിക്കാൻ മതത്തെ കൂട്ടുപിടിക്കണോ? ചട്ടലംഘനം തുടർക്കഥയാണോ? സുരേന്ദ്രന്റെ വയനാട് മിഷൻ എന്ത്? ഈ ചർച്ചയിൽ ശ്രീ കെ. അനിൽകുമാർ CPM കോട്ടയം, ശ്രീ രാജു പി. നായർ കോൺഗ്രസ്, ശ്രീ KP പ്രകാശ് ബാബു BJP എന്നിവർ. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ അനിൽകുമാർ, പൗരത്വ നിയമ ഭേദഗതിയാണോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുഖ്യ ചർച്ചാ വിഷയം? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറത്ത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള വലിയ സമ്മേളനം നടത്തി. കഴിഞ്ഞ ദിവസം അത് മറ്റ് സ്ഥലങ്ങളിലുണ്ടായിരുന്നു, കണ്ണൂരിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും സമാനമായ വിധത്തിൽ ഈ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന സമീപനമാണോ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന റിപ്പബ്ലിക്കൻ ഭരണഘടനയാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് പുകഴ്ത്തലോ ഇകഴ്ത്തലോ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങളുടെ വളർച്ചയോ തളർച്ചയോ നൽകുന്നതല്ല. തുല്യതയുടെ ഭരണഘടനയാണ്. നിയമപരമായി തുല്യതയും അതിൻ്റെ പരിരക്ഷയും അവസര സമത്വവും ഉറപ്പ് നൽകുന്നതാണ്. ആ ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്ത് പാസ്സാക്കിയത്. അത് നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ കേരള സർക്കാർ തന്നെ മുന്നോട്ട് വന്നു. അപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പുതിയ നിലപാട് അക്കാര്യത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ചില്ല. ആദ്യമായി ഇന്ത്യ രാജ്യത്തൊരു സംസ്ഥാന സർക്കാർ വ്യവഹാരപ്പെട്ടത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ്. ആ കേസ് കൊടുക്കുന്ന വിവരം തന്നെ അറിയിച്ചില്ല എന്ന് ഗവർണർ എന്ന് പറഞ്ഞപ്പോൾ ആ ഗവർണറുടെ സാമന്തൻ എന്ന പദവിയല്ല ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത് എന്ന് മുഖ്യമന്ത്രി അന്ന് മറുപടി പറയുകയും ചെയ്തതാണ്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനകത്ത് മതം ഒരു പ്രത്യേക ഘടകമാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദുരുപദിഷ്ടമായ നീക്കത്തിനെതിരെ അന്ന് മുതൽ ഇന്ന് വരെ ഒരേ ശ്വാസത്തിലാണ് പോരാട്ടം. രണ്ടാമത്തെ കാര്യം, അത് ചട്ടങ്ങൾ കൊണ്ടുവന്നില്ല എന്നതുകൊണ്ടാണ് സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ അതിൻ്റെ സ്റ്റേയിലേക്ക് കടക്കാതിരുന്നത്. ഇപ്പോൾ ചട്ടങ്ങൾ ലഭ്യമായിരിക്കുന്നു. വീണ്ടും അത് നിയമപോരാട്ടത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് നിൽക്കുകയാണ്. ആ നിയമപോരാട്ടം നമ്മൾ നടത്തുമ്പോൾ തന്നെ ഇത് നടപ്പാക്കാൻ കേരളം തയ്യാറല്ല എന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. കാരണം പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ആർക്കെങ്കിലും പൗരത്വം കൊടുക്കൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തു നിന്നും ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയില്ലാത്തവരെന്ന നിലയ്ക്ക് ഒഴിവാക്കപ്പെടേണ്ട കുറേ പേരുണ്ട്. ഈയിടെ RSSൻ്റെ അഖിലേന്ത്യാ തലത്തിലൊരു സമ്മേളനം ചേർന്നപ്പോൾ അവർ പുതിയ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ചതായി ഒരു വാർത്ത വരികയുണ്ടായി. അങ്ങയും ആ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കണ്ടു കാണും. ആ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് തുല്യാവകാശങ്ങളില്ല, തുല്യമായ ആരാധനാ സ്വാതന്ത്ര്യമില്ല, അവസര സമത്വമില്ല. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ 32 പ്രകാരമോ 226 പ്രകാരമോ നമ്മൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒരു റിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ആൾക്കാണെങ്കിൽ ആ മൗലികാവകാശത്തിൻ്റെ വിനിയോഗം ലഭ്യമാക്കാനുള്ള അധികാരം കോടതിക്കില്ലാത്ത വിധം എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ സമൂഹത്തിൽ നിന്ന് സൈഡ് ലൈൻ ചെയ്യുക? ശരി, അത് പുതിയ കാര്യമല്ല. ഇപ്പം നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിയില്ല. BJPയുടെ ജനപ്രതിനിധികളുടെ എണ്ണം നോക്കിയാൽ അവർ ജയിക്കുന്ന സീറ്റുകളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഒഴിവാക്കപ്പെടുന്നു. അപ്പോൾ ഒരു കൂട്ടർ നമ്മുടെ കേരളത്തിനകത്ത് രാജ്യത്തിനകത്ത് വർജ്യരാണ്, പുറത്താക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു പരിസരം സൃഷ്ടിക്കുന്നു. അതിന് പൗരത്വ ഭേദഗതി നിയമം ഉപയോഗിക്കുന്നു. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെയാണ് ജാർഖണ്ഡ് നിയമസഭ ഒരു UCC പാസ്സാക്കിയത്. ആദിവാസികൾ അതിലില്ല. ആദിവാസികളില്ലാതെ വരുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ UCC അല്ല. കാരണം എന്താണ്? ഏകീകൃതമല്ല. പിന്നെ എല്ലാ സംസ്ഥാനത്തും ഇല്ലാത്തൊരു നിയമം എങ്ങനെ ഏകീകൃത നിയമമാകുന്നത്? പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? ഈ രണ്ട് കാര്യത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത അറച്ചു നിൽക്കുന്ന സമീപനം,
അതിൽ പ്രധാനപ്പെട്ടത് UCCയുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് നിയമസഭയിൽ അതിന് പിന്തുണ ജാർഖണ്ഡ് അല്ല, ഉത്തരാഖണ്ഡ്. ജാർഖണ്ഡ് നിങ്ങളുടെ ഇന്ത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഉത്തരാഖണ്ഡ്, യെസ്, ഞാൻ തിരുത്തി ഉത്തരാഖണ്ഡ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കൽ വിഷയത്തിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഇന്നേ വരെ രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുന ഖാർഗെയോ പ്രതികരിച്ചിട്ടില്ല. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആരും അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. ശരി, ഓക്കെ, അതാണല്ലോ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത് ഏതെങ്കിലും ശരി, ഓക്കെ, അതാണ്. പക്ഷേ ഇത് ഈ പൗരത്വ വിഷയം ഒരു സിംഗിൾ പോയിന്റ് അജണ്ടയായി ഈ ഇലക്ഷനിൽ വരുമോ ഇല്ലയോ നമുക്കത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശ്രീ KP പ്രകാശ് ബാബു, രാജ്യത്തെ ഏത് വിഷയവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. പൗരത്വ ഭേദഗതിക്ക് ചട്ടങ്ങളായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുന്നത്തെ ആഴ്ചയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം, ഇലക്ടറൽ ബോണ്ട്, ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ദേശീയ പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളും ചർച്ചയാകും ഒരു തെരഞ്ഞെടുപ്പിൽ. അത് സ്വാഭാവികമായി സാധാരണയായി സംഭവിക്കുന്നതാണല്ലോ, ജനാധിപത്യപരമായി അങ്ങനെ വേണം താനും. അങ്ങനെ ഇരിക്കെ ഇന്നിപ്പോൾ CPM മലപ്പുറത്ത് നടത്തിയ പരാതിയെക്കുറിച്ച് ചട്ടലംഘനം ആരോപിച്ച് BJP പരാതി കൊടുത്തത് എന്തിനാണ്? പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഒരു സമ്മേളനവും കേരളത്തിൽ നടക്കരുതെന്നാണോ? ശ്രീ അഭിലാഷ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് നിവർന്നതെന്ന് തന്നെയാണ് ഒരു തവണ കൂടി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തന പദ്ധതികളെക്കുറിച്ച്, ഞങ്ങളുടെ നയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UPA ഗവൺമെൻറ്റും ഈ രാജ്യത്തെ ജനങ്ങളോട് അവരുടെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അനിൽകുമാറിൻ്റെ പാർട്ടിയും കോൺഗ്രസിനെ പിന്തുണക്കാനുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടി അവരും അവരുടേതായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ, വോട്ടർമാർ, ഈ ജനാധിപത്യ സംവിധാനത്തിൽ അവസാനത്തെ വാക്കായിട്ടുള്ള വോട്ടർമാർ ഈ രാജ്യത്ത് ഭരണ തുടർച്ചയ്ക്കുള്ള മാൻഡേറ്റ് NDAക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, അത് ഒന്നാം നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ലഭിച്ചതിനും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് 282 സീറ്റുള്ള BJPക്ക് ഒറ്റയ്ക്ക് 303, സഖ്യകക്ഷിക്ക് 336 ഉള്ളത് 353 എന്ന നിലയിലേക്കും ഉയർത്തിക്കൊടുത്തു. അതിൻ്റെ അർത്ഥം ഈ രാജ്യത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ വാഗ്ദാനങ്ങൾ അത് സ്വീകരിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത്, ഇടതുപക്ഷവും കോൺഗ്രസും അവരുടേതായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തപ്പോൾ 3% പരം വോട്ടുള്ള ഈ രാജ്യത്ത് വോട്ടുള്ള CPIM എന്ന് പറയുന്ന അനിൽകുമാറിൻ്റെ പാർട്ടി, അവർക്ക് ലഭിച്ച വോട്ടിംഗ് പാറ്റേൺ 0.98 അതാണ് ഒന്നാമത്തെ കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് രണ്ടാം മോഡി ഗവൺമെൻറ്റിന് ഭരിക്കാനുള്ള അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾ തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. ആ നിലക്ക് ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം അത് നീക്കിയിട്ടുണ്ട്, മുത്തലാഖ് നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ സാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഈ രാജ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും പല വാഗ്ദാനങ്ങളും ഞങ്ങൾ കൊടുക്കും, ഞങ്ങളത് നടപ്പിലാക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ട് രാജ്യം കഴിഞ്ഞ 5 കൊല്ലം നേടിയിട്ടുള്ള വികസനങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനെ വക്രീകരിച്ചുകൊണ്ട് വിവാദങ്ങളിലേക്ക് തള്ളിവിട്ട് വർഗീയ പ്രസംഗം, പ്രീണന രാഷ്ട്രീയം, വിഘടനവാദം, വിഭജന രാഷ്ട്രീയം, ഇതൊക്കെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് പറയാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നത്? ഇന്നിപ്പോൾ അഭിലാഷ് പറഞ്ഞു മലപ്പുറത്തെ പ്രസംഗം. ആ മലപ്പുറത്ത് ഇന്ന് നടത്തിയിട്ടുള്ള പ്രസംഗം അത് കേൾക്കുന്ന ഏതൊരു, മതേതരത്വം എന്നാണല്ലോ പറയുന്നത്, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുന്ന വിഭജനത്തിൻ്റെ വിത്ത്, അതുണ്ടാക്കുന്ന വിദ്വേഷം, അതുണ്ടാക്കുന്ന വിഭാഗീയത അത് എത്ര വലുതാണ്. അദ്ദേഹം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പദം ഞാൻ പറയാം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഭാരത് മാതാ കി ജയിൻ്റെ ഉറവിടം, എങ്ങനെയാണ് ജയ് ഹിന്ദിൻ്റെ ഉറവിടം ഒക്കെ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ കൃത്യമായിട്ട് വായിച്ചു. അവസാനം പറഞ്ഞു, അതുകൊണ്ട് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് കെട്ടിക്കണം, അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടുപോകണമെന്ന് ആക്രോശിക്കുന്ന, ഇതൊരു മലപ്പുറത്തെ മണ്ണ് തന്നെ, ഇതിനെന്തിനാ തിരഞ്ഞെടുത്തത്? മലപ്പുറത്ത് പോയി വളരെ സാഹോദര്യത്തോടു കൂടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് പോയി നിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് നാട്ടി ഓടിക്കുമെന്നൊരു സന്ദേശമാണോ കഴിഞ്ഞ 7-8 കൊല്ലമായി ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വേളയിൽ പറയേണ്ടത്? ഇതിൻ്റെ അർത്ഥം ആശയപരമായി തകർന്നടിഞ്ഞ ജനങ്ങളുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും വയ്ക്കാനില്ലാതെ
ഇവിടുത്തെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കേണ്ട ഗതികേട് പല സംസ്ഥാനങ്ങളിലുമുള്ള ഒരു പാർട്ടിയുടെ കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു നേതാവിന് പ്രീണനം പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി അവരുടെ സംഘടിത വോട്ട് വാങ്ങി മാത്രമേ പിടിച്ചു നിൽക്കാൻ, ജയിക്കലൊന്നുമല്ല, പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നല്ല ബോധ്യം വന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലുള്ള ചർച്ച പ്രീണന രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം, അത് ഒരു മതേതര പാർട്ടിയാണെന്ന് കെട്ടിഘോഷിക്കുന്ന CPIM-ന്റെ നേതൃത്വം തന്നെ നടക്കുന്നു. അതും മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്നത് ലജ്ജാകരമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വികസനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. കഴിഞ്ഞ 10 കൊല്ലക്കാലം ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ, ആ വികസനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഭിലാഷ്, 1947 മുതൽ 2014 വരെ ഈ രാജ്യത്ത് വിവിധ മേഖലകളിൽ നടത്തുന്ന വികസന ചർച്ചയിലേക്ക് 10 കൊല്ലക്കാലമായി BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസനങ്ങളും എണ്ണി പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. പകരം ഈ വർഗീയതയുടെ രാഷ്ട്രീയവും ഈ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയവും ഈ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വോട്ട് വാങ്ങുന്ന രാഷ്ട്രീയവും നിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷവും കോൺഗ്രസും തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ. അതാണ് BJP-യുടെ പോയിന്റ്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ രാജു പി നായർ, ഇവിടെ ഇപ്പോൾ CPM മുന്നോട്ട് വെക്കുന്ന പോയിന്റ്, പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അതിനെ മുമ്പിൽ നിന്ന് എതിർക്കാൻ ഞങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, കോൺഗ്രസ് ഒളിച്ചോടുന്നു, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല, രാഹുൽ ഗാന്ധി ഈ ചട്ട ഭേദഗതിയെക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തുന്നില്ല, അവിടെയൊക്കെ പ്രതികരിക്കാൻ അതല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ ഞങ്ങളുണ്ട് എന്ന് CPM പറയുന്നു. അവർ അതൊരു തെരഞ്ഞെടുപ്പ് വിഷയവുമാക്കുന്നു. സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാവുന്ന ഏത് വിഷയവും തെരഞ്ഞെടുപ്പ് വിഷയമാവും. അതിന്റെ അഡ്വാൻറ്റേജ്, ഈ വിഷയത്തിന്റെ അഡ്വാൻറ്റേജ് കേരളത്തിൽ നിങ്ങളിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് മാറുകയാണോ? അഭിലാഷേ, കേരളത്തിലെ ജനങ്ങൾ നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. ഏക സിവിൽ കോഡിനെ കുറിച്ചൊക്കെ അനിൽകുമാർ പറയുന്നുണ്ടായിരുന്നു. ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള ഹിന്ദുത്വവാദം നടപ്പാക്കാൻ ശ്രമിച്ച CPM ആണ് പിൽക്കാലത്തുണ്ടായിരുന്നത്. EMS-ന്റെ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള നിലപാട് ഉൾപ്പെടെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്ത CPM ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കേസുകൾ പോലും എഴുതിത്തള്ളാൻ മടിച്ച, നിരവധി റിമൈൻഡറുകൾ കൊടുത്തിട്ടും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മടിച്ച ഒരു ഗവൺമെൻറ്റാണ്. പലപ്പോഴും തമിഴ്നാട്ടേക്ക് നോക്കിയിട്ട് സ്റ്റാലിൻ്റെ പിന്തുണയാണല്ലോ ഇവർ പറയുന്നത്. ആ സ്റ്റാലിൻ കൃത്യമായിട്ട് അതെല്ലാം എഴുതിത്തള്ളി. പക്ഷെ കേരളത്തിൽ അത് എഴുതിത്തള്ളാതിരുന്ന BJP-യുടെ വക്താവാണ് പിണറായി വിജയൻ. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാട് സുവ്യക്തവും അത് ഏറ്റവും ഉച്ചത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മറ്റെന്തിനേക്കാളും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർമാരുടെ മുന്നിലെ ചോദ്യം, ഇനി ഈ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ഇന്ത്യ എന്ന ആശയവും ഇന്ത്യ എന്ന ജനാധിപത്യവും തകരുമെന്നതും ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള വലിയ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന സമയമാണ്. ഒരു ഭരണമാറ്റം ആവശ്യമാണ്. ആ ഭരണമാറ്റത്തിന് ഇന്ന് ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാമ്പത്തിക അസമത്വമാണ്. ആ സാമ്പത്തിക അസമത്വം ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും അവരതിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയമാണ്. നമുക്കറിയാം, ഏതൊരു വിപ്ലവത്തിനും ഒരു സാമ്പത്തിക പരിസരമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ബ്രിട്ടീഷിനെതിരായിട്ടുള്ള വികാരം ഉണർന്നു വന്നത് അവരുടെ നികുതി ഭീകരതയും അതുപോലെയുള്ള സാമ്പത്തികവും സാമൂഹികമായ അസമത്വത്തിൽ നിന്നാണ്. അതല്ലാണ്ട് ആദ്യമേ പോയിട്ട് ബ്രിട്ടീഷ് ഇന്ത്യ അങ്ങ് വിട്ടോളണം എന്ന് പറഞ്ഞുകൊണ്ട് സമരമായിരുന്നില്ല. പകരം ആ സാമ്പത്തികവും സാമൂഹികമായ പരിസരത്ത് നിന്ന് ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് അന്ന് ബ്രിട്ടീഷിനെതിരെ ഒരു സമരമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയതയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇന്ന് ഈ രാജ്യത്തെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വിഭാഗീയ ചിന്തകളോടുകൂടി ഈ രാജ്യത്ത് സാമ്പത്തിക അസമത്വം ഉണ്ടാക്കി കുത്തകവൽക്കരണത്തിലൂടെ ഈ രാജ്യം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ സാമ്പത്തിക അസമത്വവും അവന് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ അവകാശമില്ലാതെ ആവുകയും അത് ചുരുക്കം ചില കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് മാത്രം ഈ രാജ്യത്തിൻ്റെ മുഴുവൻ വിഭവവും ചെല്ലുന്നുള്ള സാമ്പത്തികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ആ സാമ്പത്തിക പ്രശ്നത്തിന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് അതിന് പരിഹാരം കണ്ടാൽ ഈ വർഗീയ പാർട്ടിയെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയാൻ സാധിക്കും. ആ ഭരണം അപ്പോൾ വിഭജിക്കുന്ന രാഷ്ട്രീയം, ആ വിഭജന രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ മറുപടി അവിടുത്തെ രാഷ്ട്രീയ ധ്രുവീകരണവും ആ സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തിക അസമത്വത്തിൽ നിന്ന് അവരുടെ പട്ടിണിയാവുന്ന ഈ എന്തു വർഗീയത പറഞ്ഞാലും തങ്ങളുടെ തീന്മേശയിലേക്ക്
ഭക്ഷണം എത്തുന്നില്ല എന്നുള്ള സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് 6600 കിലോമീറ്റർ യാത്ര ചെയ്ത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന് പറഞ്ഞത്. ആ യാത്രയിൽ നമ്മൾ ഉന്നയിച്ച വിഷയം മുഴുവൻ സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയാണ്. ആ സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും ഉയർത്താനുള്ള ചരിത്ര പശ്ചാത്തലം പൂർവ്വ ഇന്ത്യയിൽ ഈ രാജ്യത്തെ ഇതിനേക്കാൾ വലിയ വർഗീയ വിഭജനത്തോടുകൂടി ബ്രിട്ടീഷ് ഭരിച്ചിരുന്നപ്പോൾ അവരെ ഒരുമിപ്പിച്ചത് ആ സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രീ രാജു പി നായർ സാമൂഹിക നീതിയെക്കുറിച്ചും സാമ്പത്തിക നീതിയെക്കുറിച്ചും അപരവൽക്കരണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ വളരെ സ്പെസിഫിക് ആയി ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുൻപ് പൗരത്വ ഭേദഗതിക്ക് ചട്ടങ്ങൾ ഇറങ്ങിയതിനെ കുറിച്ച് വളരെ സ്പെസിഫിക് ആയി ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് CPM-ന്റെ ചാർജ്. അല്ല, അതിന് പ്രതികരണവും അതിന് നിയമപരമായ പോരാട്ടവും കോൺഗ്രസ് നടത്തുന്നുണ്ടല്ലോ. കോൺഗ്രസ് ഇന്ന് ആ ചട്ടം നികുതി രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്നു തന്നിരുന്ന പോരാട്ടത്തിന്റെ മാർഗമേതാ? അത് നിയമപരമായ പോരാട്ടമാണ്. ആ നിയമപരമായ പോരാട്ടത്തിന് കോൺഗ്രസ് ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആ നിയമപരമായ, ഞാൻ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ അവരുടെ ജനവിധി എടുത്തുമ്പോൾ BJP ഇട്ടുകൊടുക്കുന്ന വടിയിലേക്ക് ചെന്തു പിടിക്കുക എന്നുള്ളതല്ല തന്ത്രം. CPM അത് ചെയ്യുന്നതിൽ കാര്യമുണ്ട്. കാരണം CPM കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി. CPM ഉദ്ദേശിക്കുന്നത് അതൊരു വർഗീയ ധ്രുവീകരണത്തിന് കാരണമാക്കാനും അതുവഴി തങ്ങളാണ് ന്യൂനപക്ഷങ്ങളുടെ രക്ഷകർ എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവര് ആ ന്യൂനപക്ഷത്തിനും RSSനെതിരെയും പോരാടാൻ ആർജവമില്ലാത്തവരാണെന്നും ഇവരെ കൊണ്ട് അതിന് സാധിക്കുകയില്ലെന്നും 2019 തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഒരു സീറ്റിലേക്ക് ഒതുക്കിയത്. ഇപ്പോ അതുപോലും കഴിയാത്ത, അവർക്ക് അതിന് ആർജവുമില്ലാന്ന് കേരളത്തിലെ മതേതര വിശ്വാസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ആ വർഗീയ ധ്രുവീകരണത്തിന്റെ വടി CPM ഉപയോഗിക്കുമ്പോൾ അതിൽ പേടിക്കേണ്ട കാര്യമില്ല. പകരം ജനങ്ങളുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് ആ വർഗീയ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം. ശരി, ഇവിടെ ശ്രീ അനിൽകുമാർ, വർഗീയ പ്രീണനം നടത്തുന്നു CPM മുഖ്യമന്ത്രി എന്ന BJP-യുടെ ആരോപണത്തിന് അങ്ങ് മറുപടി പറയണ്ട. അതൊരു രാഷ്ട്രീയ ആരോപണമായി അവിടെ നിൽക്കട്ടെ, അതല്ലെങ്കിൽ അവഗണിച്ചോളൂ. പക്ഷെ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ മുഖ്യ കക്ഷിയായ കോൺഗ്രസിന്റെ വക്താവ് പറയുന്നു നിങ്ങൾ കളിക്കുന്നത് വിഭജന രാഷ്ട്രീയമാണ് എന്നുള്ളത്. ന്യൂനപക്ഷങ്ങളെ അരികുവൽക്കരിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കി വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്നുവെന്ന് BJP-ക്കെതിരെ പോരാടുന്ന കോമൺ ഫ്രണ്ടിലെ ഏറ്റവും മുഖ്യ കക്ഷിയായ കോൺഗ്രസ് പാർട്ടി നിങ്ങളെക്കുറിച്ച് ആരോപിക്കുന്നു. അതിന് മറുപടി പറയണം. ഈ അവസാനത്തെ ലോക്സഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം രാമക്ഷേത്ര നിർമ്മിതിക്ക് നരേന്ദ്രമോദിക്ക് നന്ദി രേഖപ്പെടുത്തുന്നൊരു പ്രമേയമുണ്ടായിരുന്നു. ആ പ്രമേയത്തോടെ UDF വളർന്നു. മുസ്ലിം ലീഗ് പ്രമേയത്തെ എതിർത്തു. കോൺഗ്രസ് പാർട്ടി പ്രമേയത്തെ എതിർത്തില്ല. അപ്പോൾ ഞങ്ങളാണോ വിഭജിക്കപ്പെട്ടത്? എന്തുകൊണ്ട് UDFന് പാർലമെൻറ്റിൽ ഒരുമിച്ച് നിൽക്കാനായില്ല? മുസ്ലിം ലീഗും UDF കോൺഗ്രസും കേരളത്തിലും ഒന്നാണ്, ഡൽഹിയിലും ഒന്നാണ്. പക്ഷേ രാമക്ഷേത്ര നിർമ്മാണത്തിൽ നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്ന പ്രമേയത്തെ എന്തുകൊണ്ട് കോൺഗ്രസിന് എതിർക്കാനായില്ല? അപ്പോൾ വിഭജിച്ചത് CPM ആണോ ഇന്ത്യൻ പാർലമെൻറ്റിൽ? രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ നരേന്ദ്രമോദിക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ട് ആ പരിപാടി ഞങ്ങളുടെ പിതാവായിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധിയുടെ സജീവമായ ഇടപെടലിലാണ് ആ രാമക്ഷേത്ര നിർമ്മിതി ഉണ്ടായതെന്ന് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ പ്രചരിപ്പിച്ചതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു മൃദുഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് വിപ്രതിപത്തിയുണ്ട്. നിങ്ങൾ ഭ്രാന്ത് പറയുമ്പോൾ ഉടുത്ത ഭ്രാന്താണോ തുണി ഉടുക്കാത്ത ഭ്രാന്താണോ പ്രധാനം ചോദിച്ചാൽ ഭ്രാന്താ രണ്ടും. അത് രണ്ടും വർഗീയ ഭ്രാന്താണ്. അതിൽ കമൽനാഥ് എന്താ നിലപാടെടുത്തത്? അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ഉത്തരേന്ത്യയിലെ മുഖ്യമന്ത്രിമാരെന്താ നിലപാടെടുത്തത്? അവരെല്ലാം എടുത്ത നിലപാട് എങ്ങനെയാണോ BJP-യുടെ അതേ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് BJP ചെയ്യുന്ന അതേ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ട് ഞങ്ങൾ വിഭജനത്തിലില്ലാന്ന് പറഞ്ഞാൽ BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, വിഭജനം ഇവിടെ നടക്കുന്നില്ലേ? ഞാൻ ആ BJP-ക്കാരുടെ ഭാഗത്തിന് മറുപടി പറയേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, 15 ലക്ഷം രൂപ വീതം വിദേശത്തുള്ള കള്ളപ്പണം പിടിച്ച് നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കിയത് എങ്ങനെയാണ്? ഇന്ത്യ രാജ്യത്ത് കള്ളപ്പണത്തിൻ്റെ തമ്പുരാന്മാരായി BJP മാറി, കോൺഗ്രസും അതിൻ്റെ പങ്കാളിയായി. അതല്ലേ നിങ്ങൾ ചെയ്തത്? ആ അക്കൗണ്ടിൽ പണം കിട്ടിയോ? കർഷകർക്ക് അവരുടെ മുടക്കുമുതലിൻ്റെ 50% വില നിശ്ചയിച്ചുകൊണ്ട് കമ്പോളത്തിലെടുക്കും, താങ്ങുവില കൊടുക്കും. നരേന്ദ്രമോദി പ്രസംഗിച്ചതല്ലേ, നടപ്പാക്കിയോ? പിന്നെ 50 രൂപയ്ക്ക് പെട്രോളും 50 രൂപയ്ക്ക് ഡീസലും ഒക്കെ വിൽക്കുന്ന ഒരാൾ വയനാട്ടിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ടല്ലോ.
നമ്മൾ വാഗ്ദാനം നടപ്പാക്കിയ കോൺഗ്രസിൻ്റെ BJPയുടെ നിലപാടാണോ ഇന്ത്യ രാജ്യത്തെ പട്ടിണി സൂചികയിൽ 111 ഓക്സ്ഫാമിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് എന്താണെന്നറിയാമോ? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുമ്പുള്ള കാലത്തേക്ക് ആ ബ്രിട്ടീഷ് ഭരണകാലത്തേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ അതിസമ്പന്നന്മാരുടെ സ്വത്ത് വളർന്നു. 1% വരുന്ന ഇന്ത്യ രാജ്യത്തെ അതിസമ്പന്നന്മാരുടെ സ്വത്ത് ബ്രിട്ടീഷ് കാലത്തെ ആ സ്വത്തിനേക്കാളും അവർക്ക് വളർച്ചയുണ്ടായിരിക്കുന്നു. എന്താ ഇത് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് സമ്പന്നന്മാർക്ക് വേണ്ടിയാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല. എന്നിട്ട് ആരാ വിഭജിച്ചത്? ഇന്ത്യ രാജ്യത്തെ സമ്പന്നന്മാരുടെ ഇന്ത്യയും ദരിദ്രരുടെ ഇന്ത്യയുമായി വിഭജിച്ചതാണ് നരേന്ദ്രമോദിയുടെ 10 കൊല്ലം. നിങ്ങളുടെ കോർപ്പറേറ്റ് പ്രീണനം, അതിനുവേണ്ടി നിങ്ങൾ നടത്തിയ കോർപ്പറേറ്റ് ബോണ്ട് പദ്ധതികൾ. ഇനി നമ്മൾ പറയാമല്ലോ, ഇവിടെ എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് പഥ്യമല്ലല്ലേ? ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ പേര് പറയാം, വി ആൻഡ് അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്. നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്വം നിർവചിക്കപ്പെടുന്നു. എൻ്റെ എല്ലാ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ വാചകമാണ് ഈ കേട്ടത്. 1923 പുറത്തിറങ്ങിയ ഹിന്ദുത്വ ഈസ് ഡിഫൈൻഡ്, സവർക്കറുടെ പുസ്തകം ഒന്നെടുത്ത് വായിച്ചു നോക്കി. ഇനി ഇല്ലെങ്കിൽ സവർക്കറുടെ വേറൊരു പുസ്തകം പറയാം, ഇന്ത്യ ചരിത്രത്തിലെ 6 സുവർണാധ്യായങ്ങൾ. ഇല്ലെങ്കിൽ സവർക്കറുടെ വേറൊരു പുസ്തകം പറയാം, ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ യുദ്ധം 1857. വായിച്ചു നോക്ക്. ഇന്ന് നരേന്ദ്രമോദിയും മോഹൻ ഭഗവതും BJPക്കാരെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിചാരധാരയിലുണ്ട്, ഈ പുസ്തകങ്ങളിലുണ്ട്. വിചാരധാര ഇല്ലാത്ത കാര്യമാണോ മുഖ്യമന്ത്രി പറഞ്ഞത്? ഇതെല്ലാം ഈ നാട്ടിൽ ചെന്നിട്ട് ലവ് ജിഹാദിൻ്റെ പേരിൽ, മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പൊതു സിവിൽ കോഡിൻ്റെ പേരിൽ, ഇല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ, ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു പശു കയറിയെന്നും ബീഫ് കമ്പനിക്കാരുടെ നിന്ന് 50 കോടി വാങ്ങിച്ചു ഇലക്ട്രൽ ബോണ്ട്. എന്നിട്ട് ഗോവധത്തെക്കുറിച്ച് കേരളത്തിൽ മുഴുവൻ, ഇന്ത്യ മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗോമാതാവിനെക്കുറിച്ച്. ഈ BJPക്കാരെ കുറിച്ച് ഇന്ത്യ മുഴുവൻ വിഭജനം ഉണ്ടാക്കി രാജ്യത്തെ വിഭജിച്ച് നിൽക്കുന്ന ഒരു BJPയെക്കുറിച്ച് യുദ്ധം ചെയ്ത് പോകുന്നതിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തി എന്താണ്? ഞങ്ങൾ തൊഴിലാളികളെ ഒരുമിപ്പിച്ചു, കർഷകരെ ഒരുമിപ്പിച്ചു. അവിടെ ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, മലപ്പുറത്ത് മാത്രമല്ല ഈ പരിപാടി, കേരളത്തിൽ 6-7 സ്ഥലത്ത് പരിപാടി വെച്ചിട്ടുണ്ട്. കാസർഗോഡ് പരിപാടി നടന്നു, കോഴിക്കോട് പരിപാടി നടന്നു, കൊല്ലത്ത് പരിപാടിയുണ്ട്. ഇവിടെ നിന്നും പരിപാടി നടന്നപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്തരം BJPക്കാർക്ക് പരാതി ഇല്ലല്ലോ. എന്താ മലപ്പുറത്ത് മാത്രം വരുമ്പോൾ പരാതി വരുന്നത്? ആ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ പാലക്കാട്ടെ വണ്ടിയെ നിറക്കി വിട്ടായിരുന്നു. നരേന്ദ്രമോദി വിഭജിക്കുന്നില്ല. ഇവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരെയും ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. പാലക്കാട് വന്ന പ്രധാനമന്ത്രി മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ വണ്ടിയെ നിറക്കി വിട്ടു. വിഭജനമാണോ അല്ലയോ? അതുകൊണ്ട് വിഭജനത്തിൻ്റെ തമ്പുരാക്കന്മാരാര്? ശരി, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് കിട്ടും, ഞങ്ങളെന്തോ പ്രത്യേകം ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ മാത്രമേ ശേഷിയുള്ളൂ. ഇതൊക്കെ തെറ്റായ ധാരണയാണ്. ബംഗാളിൽ CPM ആണോ കോൺഗ്രസ് ആണോ കൂടുതൽ മത്സരിക്കുന്നത്? നിങ്ങൾ പരിശോധിക്കുക. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെല്ലാം അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ദൃഢതയുള്ളൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്തൊരു പ്രസക്തിയുണ്ട്. ആ പ്രസക്തിയെ ദുർബലപ്പെടുത്തുന്ന നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളല്ലേ കേജ്രിവാളിനെ ജയിലിലടച്ചത്? കോൺഗ്രസ് ഇന്നിപ്പോൾ വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ, ഇന്ത്യ മുന്നണി അതിൻ്റെ അകത്ത് ശക്തിയെക്കുറിച്ച്. കേജ്രിവാളിനെ ജയിലിലടക്കണമെന്ന് ആദ്യം കത്ത് കൊടുത്തത് ഡൽഹിയിലെ PCCയുടെ പ്രസിഡൻ്റല്ലേ? ഞാൻ കത്ത് വേണേൽ അങ്ങോട്ട് അയച്ചു തരാം. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് മോദിക്ക് വേണ്ടി വഴിവെട്ടി കൊടുത്ത്, മോദി ഈ പരുവത്തിലേക്ക് എത്താൻ തക്കവണ്ണം വഴിവെട്ടി കൊടുത്ത ഒരു രാഷ്ട്രീയമുണ്ട് കോൺഗ്രസിൻ്റെത്. ഞങ്ങൾ പറഞ്ഞു തന്നെ പോകും. കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്തിട്ട് തെറ്റിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു പോവുക തന്നെ ചെയ്യും. എന്നാൽ ഒരു കാര്യത്തിലല്ല തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട. പൗരത്വ ഭേദഗതി നിയമം പല ചർച്ചകളിൽ ഒരു വിഷയം മാത്രമാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉന്നയിക്കും. കേരള സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉന്നയിക്കും. കേരളത്തെ തകർക്കുന്ന കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായ യുദ്ധത്തിൽ കോൺഗ്രസ് ഇല്ല, ഞങ്ങളത് ഉന്നയിക്കും. ഞങ്ങൾ ചോദിക്കുന്നത് വിഭജിക്കേണ്ട, നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായോ? നാളിതുവരെ തയ്യാറായില്ല. പിന്നെ നിങ്ങൾ എന്ത് ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത്? അതാണ് CPMന്റെ പോയിന്റ്. ശ്രീ പ്രകാശ് ബാബു, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പൗരത്വ നിയമം എന്ന് പറഞ്ഞു, അത് നടപ്പാക്കി. അപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കും അതിനെ വിമർശിക്കാനുള്ള അവകാശവുമുണ്ട്. അത് നിങ്ങളുടെ ഐഡിയോളജിക്കൽ പൊസിഷൻ അത് നടപ്പാക്കണമെന്നാണെങ്കിൽ അങ്ങനെയല്ല വേണ്ടത് എന്ന് അഭിപ്രായപ്പെടാനുള്ള അവകാശം മറ്റുള്ളവർക്കുമുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് സമ്മേളനങ്ങളും സെമിനാറുകളും ചർച്ചകളും ഒക്കെ നടക്കും. അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കാൻ കഴിയില്ലല്ലോ, ഒന്നാമത്തെ കാര്യം. 2, ഇപ്പോൾ നോക്കൂ, ഇപ്പം നമ്മുടെ ഈ ചർച്ചയുടെ ടൈറ്റിലിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ ചട്ടം ലംഘിച്ച് വോട്ട് പിടിക്കുന്നോ എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള V. മുരളീധരനെതിരെ ആറ്റിങ്ങലിൽ ഉയർന്ന പരാതി നോക്കൂ. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ നോട്ടീസിലും പോസ്റ്ററിലും ഒക്കെ വർക്കലയിലെ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ചിത്രം, വിഗ്രഹം കൂടി ഉൾക്കൊണ്ടതാണെന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ മലപ്പുറത്ത് മതം പറഞ്ഞു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ചാർജ്. മതത്തെയും ദൈവത്തെയും ഒക്കെ ഇലക്ഷൻ മെറ്റീരിയൽ ആക്കുന്നത് എന്തിനാണ്? ശ്രീ അഭിലാഷ്, ബഹുമാനപ്പെട്ട അനിൽകുമാർ ഇന്ത്യയിൽ
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് CPIM അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിത അല്ലെങ്കിൽ തത്വാധിഷ്ഠിത രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ മുദ്രാവാക്യത്തിൻ്റെ അംഗീകാരത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതൊന്ന് സൂചിപ്പിച്ചിട്ട് ബാക്കിയുള്ള മറുപടിയിലേക്ക് വരാം. ഈ 35 കൊല്ലം പശ്ചിമ ബംഗാളിൽ ഈ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം വെച്ചുകൊണ്ട് CPIMൻ്റെ ഭരണം നടന്നു. 2009 അവിടെ 33-34% വോട്ടും 9 സീറ്റും ഉണ്ടായിരുന്നു. ആ തത്വാധിഷ്ഠിത രാഷ്ട്രീയം ഒന്നുകൂടി ജനങ്ങളിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ 2014 ആകുമ്പോൾ 29% വോട്ടും 2 സീറ്റുമായി. അത് വന്ന് 19-ലെത്തുമ്പോൾ 6% സീറ്റും 6% വോട്ടും വട്ടപൂജ്യമായി. ഇതാണ് 35 കൊല്ലം ഈ പാർട്ടി ഭരിച്ച സ്ഥലത്ത് സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ട് നടത്തിയിട്ടത് തത്വാധിഷ്ഠിത വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ ഫലം. ഒറ്റ കാര്യം കൂടി, ഇതേ വിപ്ലവ രാഷ്ട്രീയമാണ് ത്രിപുരയിലുണ്ടായത്. 2014 അഭിലാഷേ, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പാർട്ടിക്ക് ഇത്രയും വലിയ അധപ്പതനം വന്നിട്ടുണ്ടെങ്കിൽ 64% വോട്ടായിരുന്നു 2014 ത്രിപുരയിൽ CPMന് 2 MP-മാരും. അത് 19-ലെത്തുമ്പോൾ 17%മായി. ഇപ്പോൾ സ്ഥാനാർത്ഥിയാകാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ് നിയമസഭയിലടക്കം. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ അവസ്ഥ വരാനുണ്ടായ കാരണം അതിന് വലിയൊരു ഗവേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പം നമ്മളെ തൊട്ട അയൽ സംസ്ഥാനത്ത് മധുരയിലെ CPMൻ്റെ സ്ഥാനാർത്ഥി S. വെങ്കടേശൻ, ആ വെങ്കടേശൻ്റെ സ്ഥാനാർത്ഥിയുടെ അവിടെ ആ മധുരയിലിറക്കിയ മുഴുവൻ പോസ്റ്ററിൽ ഇത് അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്ത് രാഹുൽ ഗാന്ധിയാണെന്ന് കൈ ഉയർത്തി നിൽക്കുന്ന ഒന്ന് കാണിക്കും നിങ്ങൾ. എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ വിപ്ലവം പ്രസംഗം. ഇതാണ് നിങ്ങളുടെ തത്വാധിഷ്ഠിത മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം. അതൊക്കെ പോട്ടെ. ഇനി രണ്ടാമത്തത്, അഭിലാഷ് ഇപ്പം പറഞ്ഞു ആറ്റിങ്ങൽ. തീർച്ചയായിട്ടും ആറ്റിങ്ങലിൽ വി മുരളീധരൻ്റെ ഒരു പോസ്റ്റ്, ഒരു ഫ്ലെക്സിൽ അതിൽ കൃത്യമായിട്ട് ഒരു വിഗ്രഹം കാണുന്നുണ്ട്. ഞങ്ങളും അത് സംബന്ധിച്ചുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളറിയോ ഈ പുലർച്ചയ്ക്ക് ഇത് ആരാണിത് ആറ്റിങ്ങലിൽ വർക്കലയിൽ കൊണ്ടുവച്ചതെന്നും ഞങ്ങൾക്കും അറിയണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഒന്ന് അന്വേഷിക്കട്ടെ. അതല്ലല്ലോ അഭിലാഷേ, അത് ഏതെങ്കിലും ഒരു വീഡിയോ പ്രൂഫ് ഒരു BJP-കാരൻ, BJP അനുകൂലി വെക്കുന്നതിൻ്റെ നിങ്ങൾ പുറത്തുവിട്. ഇവിടെ മുഖ്യമന്ത്രി പ്രത്യക്ഷമായി മലപ്പുറത്ത് പോയി ഭീതി പടർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു അസ്വസ്ഥതയാണ്. അവരിത് പറയട്ടെ. അവരിത് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഉപ്പിട്ട കലം പോലെ പാർട്ടി ആയിപ്പോയത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കോൺഗ്രസ് നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് വന്നല്ലോ. അഭിലാഷേ, നമ്മളിപ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ CAയുടെ കാര്യത്തിൽ. CPIMൻ്റെ നിലപാട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പക്ഷെ എൻ്റെ ചോദ്യം, ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അവരിൽപ്പെട്ട സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കണക്കെടുക്കാൻ വേണ്ടി ഉത്തരവിട്ടത് നരേന്ദ്രമോദി സർക്കാരല്ല. ആ സമയത്തും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ആർട്ടിക്കിൾ 14-ഉം 21 ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ കേരളത്തിൽ വന്ന് CPIMൻ്റെ മന്ത്രിസഭ പാലോളി മുഹമ്മദ് കുട്ടിയെ വെച്ചുകൊണ്ടൊരു പാലോളി കമ്മിറ്റി, എന്നിട്ട് കേരളത്തിലെ പാവപ്പെട്ട, ഞാനിപ്പോഴും 100% കേരളത്തിലെ കൊടുക്കണമെന്ന് വാദിക്കുന്ന ആളാ. പക്ഷേ എന്റെ ചോദ്യം, എന്റെ ഈ അനിൽകുമാറിന്റെ പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും കേരളത്തിൽ കൊടിപിടിക്കുന്ന, പോസ്റ്റർ ഒട്ടിക്കുന്ന പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരുടെ വീട്ടിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരെന്ന് ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടേ മതേതരത്വം പറയുന്നവർ എല്ലാ മതത്തിലും പെട്ട പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ അങ്ങനെ ഒരു കമ്മിറ്റിക്ക് ഉത്തരവ് കൊടുത്തില്ല? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നല്ല രീതിയിൽ വർഗീയത, ഗാസയിൽ അവിടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കും. ഗാസയിൽ എത്ര കേരളീയരുണ്ട്? ഞാൻ നിങ്ങളെ മനുഷ്യത്വപരമായ നടപടിയെ ഞാൻ അംഗീകരിക്കുന്നു. തിരിച്ച് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വലിയ മതേതരത്വമൊക്കെ പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം 163 പേർ റഷ്യയിൽ മരിച്ചു ഭീകരാക്രമണത്തിൽ. കേരളത്തിലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. അവിടെ 163 പേരെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോ എവിടെ പോയി നിങ്ങളുടെ ഗാസയിൽ, കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ആ ഐക്യദാർഢ്യത്തിന്റെ റാലികൾ, ഒരു വരി പ്രതിഷേധം കേരളത്തിൽ നിങ്ങൾ നടത്തിയോ? എന്തേ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച മനംനൊന്തം നിങ്ങൾക്ക് റഷ്യയിൽ 163 പേർ മരിച്ചപ്പോൾ ഇല്ലാത്തത്? അതാ അഭിലാഷ് ഞാൻ പറഞ്ഞത്. ഈ സെലക്റ്റീവ് മതേതരത്വത്തെയൊക്കെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ പാർട്ടി ഇങ്ങനെ ഇന്ത്യ രാജ്യത്തായി പോയിട്ടുള്ളത്. ഈ ഗതികേട് തന്നെയാണ് ഈ പാർട്ടിക്ക് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. നിലനിൽപ്പിന് വേണ്ടി കേരളത്തിലെ മൈനോറിറ്റി വോട്ട്, പക്ഷെ മൈനോറിറ്റി വോട്ട് വളരെ പ്രബുദ്ധരാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്ന ഒരു വിഭജനത്തിന്റെ വിത്ത് നടക്കില്ല. കാരണം നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും പറയുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട്. ഗുജറാത്തിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലെ ഗോദ്രയിൽ 9 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു മുസ്ലിം സഹോദരിയുടെ ഗർഭപാത്രത്തിൽ ശൂലം കുത്തി എന്ന് പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾ
മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പോയി പ്രസംഗിച്ച് ന്യൂനപക്ഷ വോട്ട് തട്ടിയെടുക്കുന്നു മാത്രമല്ല, കേരളത്തിൽ അഭിമന്യുവിന്റെ കൊലയാളികളായ പോപ്പുലർ ഫ്രണ്ടിനെ സൃഷ്ടിച്ചത് അനിൽകുമാറിനെ പോലെയുള്ള നിങ്ങളുടെയൊക്കെ ഈ പ്രസംഗം കൊണ്ടാ അല്ലേ? അല്ല, അത് കേവലം പ്രസംഗം മാത്രമാണോ? ബിൽക്കീസ് ബാനു കേസിൽ സുപ്രീം കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത് തടഞ്ഞ് അവരെ വീണ്ടും ജയിലിലേക്ക് അയച്ചത്. ഗർഭിണിയായിരുന്നു ബിൽക്കീസ് ബാനു, അവരുടെ ഗർഭം കലക്കിയാണ് അവരെ ബലാത്സംഗം ചെയ്തത്. അതൊക്കെ കേവലം പ്രസംഗം മാത്രമാണോ പറയുന്നത്? ഈ ധ്രുവീകരണ രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ സാധാരണക്കാർ ഇത് നിങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കും. അതിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ശരി, ഓക്കെ. ശ്രീ രാജു പി നായർ, വർഗീയ ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാവുകയാണ്. ഞാൻ ഒറ്റക്കാര്യം മാത്രമല്ല പറയുന്നത്. ഇവിടെ ഇപ്പോൾ വർക്കല ജനാർദ്ദന സ്വാമിയുടെ പടം അല്ലെങ്കിൽ അതിൻ്റെ വിഗ്രഹത്തിൻ്റെ പടം പോസ്റ്ററിൽ വരുന്നു. തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് തൃപ്രയാർ തേവരുടെ പടം ഉപയോഗിച്ചു എന്ന ആക്ഷേപം ചട്ടലംഘനം വരുന്നു. ഇന്നിപ്പോൾ ചട്ടലംഘന ആരോപണം 3 ചട്ടലംഘന പരാതികളാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സിംഗിൾ ഡേയിൽ. ഒന്ന് മലപ്പുറത്തെ ഈ പൗരത്വ റാലിയെക്കുറിച്ച് ചട്ടലംഘന പരാതി, തൃശ്ശൂരിലെ പോസ്റ്ററിലെ ഈ വിഗ്രഹത്തെക്കുറിച്ച്, ആറ്റിങ്ങലിലെ പോസ്റ്ററിലെ വിഗ്രഹത്തെക്കുറിച്ച്. അപ്പോൾ ഒരു ഇലക്ഷൻ രംഗത്ത് ഇത്രയധികം മതം അല്ലെങ്കിൽ മതപരമായ ബിംബങ്ങൾ, അതിൻ്റെ സ്വാധീനം, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ധ്രുവീകരണം വരിക എന്ന് പറയുന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് അത്ര ആശാവഹമായ കാര്യമല്ല. തീർച്ചയായിട്ടും ദൗർഭാഗ്യകരം തന്നെയാണ്. ആശാവഹം എന്നല്ല, ദൗർഭാഗ്യകരം തന്നെയാണ്. ദൗർഭാഗ്യവശാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഏറ്റവും കൂടുതൽ മതനിരാസം പറഞ്ഞിരുന്നവർ പോലും അതിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റേത്. കാരണം ഇപ്പോൾ ആലപ്പുഴയിൽ ശ്രീ MM ആരിഫിൻ്റെ ഒരു ക്ഷേത്ര സന്ദർശനമൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പുള്ള പ്രസ്താവനകളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ഒഴിഞ്ഞു നിന്ന് ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഇടതുപക്ഷത്തിന് പോലും താല്പര്യമില്ലാതെ വരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. അതുപോട്ടെ, ഞാൻ ഏതെങ്കിലും അത് ഹിന്ദുത്വത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഹിന്ദുവിന്റെ ഭാഗമാണ്, അതൊരിക്കലും ഹിന്ദുത്വത്തിന്റെ ഭാഗമല്ല. പക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് ആ മതം കൊണ്ടുവരാതിരിക്കണം. പിന്നെ BJP ഇവിടെ നിന്ന് വർഗീയ ധ്രുവീകരണം എന്നൊക്കെ മറ്റുള്ളവരെ കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ എനിക്ക് ഈ ഗാന്ധിജിയെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ BJPയും RSSും നിന്ന് അനുസ്മരണം നടത്തുന്ന ഒരു കാപട്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വർഗീയ ധ്രുവീകരണം ഈ രാജ്യത്ത് തുടങ്ങി വെച്ചത്, അതുണ്ടാക്കിയതെല്ലാം ചരിത്രാതീത കാലം മുതൽ, നിങ്ങൾ സ്വാതന്ത്ര്യ കാലത്തിന് മുമ്പ് മുതൽ നിങ്ങളെ തോൽപ്പിച്ച ആശയമാണ്. ആ ആശയം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വർഗീയ ധ്രുവീകരണം മുഴുവൻ ഉണ്ടാക്കിയത് BJP ആണ്. അവിടെ BJPക്ക് ഒരിക്കലും വർഗീയ ധ്രുവീകരണത്തെ കുറിച്ച് മറ്റൊരു വാദം ഉയർത്താൻ സാധിക്കില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇടതുപക്ഷം ആ ചാട്ടയിൽ കയറി വീണുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഇതിന്റെ പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിൽ മാത്രം CPMന് ശക്തിയുണ്ട്, RSSനെ എതിർക്കാനില്ല. നിങ്ങൾക്ക് കേരളത്തിൽ ആ ശക്തി ഇല്ല എന്നാ പറഞ്ഞത്. നിങ്ങളെ ജനം RSSനെ എതിർക്കുന്നതിന് വേണ്ടി ജനം നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം എന്താ? ഹിന്ദുത്വ രാഷ്ട്രീയം അപരവൽക്കരണത്തിന്റെ രാഷ്ട്രീയമാണ്. ആ അപരവൽക്കരണത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നത്. ആ ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്നവർ CPMകാരായിരുന്നില്ലേ? EMS ഗവർണർ ആരിഫ് മുഹമ്മദ്, ഇന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കോഴിക്കോട് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ഉൾപ്പെടെ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ളതാ ഇവരുടെ നിലപാട്. മുസ്ലിം വിഭാഗത്തെ ഒരു പ്രാകൃത വിഭാഗമാക്കി ചിത്രീകരിക്കാൻ EMSന്റെ ഉൾപ്പെടെയുള്ള നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് എന്ന് നമുക്കറിയില്ലേ? മുസ്ലിം സംഘടനയിൽപ്പെട്ടവർ അന്ന് EMSനെതിരെ വിളിച്ച മുദ്രാവാക്യം നമുക്ക് ഓർമ്മയില്ലേ? ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ആ മുദ്രാവാക്യം ഓർമ്മയില്ലേ? അപ്പോ ഹിന്ദുത്വ ആശയം നടപ്പിലാക്കാൻ കേരളത്തിലും ഈ രാജ്യത്തും CPM ശ്രമിച്ചിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? കോൺഗ്രസ് വിരുദ്ധതയുടെ പേരിൽ. കേരളത്തിലെ രാഷ്ട്രീയം അങ്ങേയറ്റം കൗതുകകരമാണ്. പശ്ചിമ ബംഗാൾ എടുക്കൂ. പശ്ചിമ ബംഗാളിൽ നിങ്ങളുടെ സഖ്യം പ്രതീക്ഷിക്കുന്നത് പരമാവധി 2 സീറ്റുകളാണ്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിന്റെ LOP ഹൗസിലെ ലീഡർ അദിർ രഞ്ജൻ ചൗധരി ബഹ്റാംപൂരിൽ ജയിക്കണം. അതുപോലെ CPMന് CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം ജയിച്ചാൽ അടുത്ത അവരുടെ പാർട്ടിയുടെ സഭയിലെ നേതാവാവേണ്ട മുഹമ്മദ് സലീം മുർഷിദാബാദിൽ ജയിക്കണം. ഈ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ പരസ്പരം എതിർക്കും, കാരണം നിങ്ങൾ 2 വലിയ പാർട്ടികളാണ് എന്ന് എനിക്കറിയാം. പക്ഷെ പരസ്പരം ഹിന്ദുത്വവും വർഗീയതയും ആരോപിച്ചുകൊണ്ട് പരസ്പരം റദ്ദാക്കി കളിയാണ്. കോൺഗ്രസും CPMും പരസ്പരം എതിർത്ത് മത്സരിച്ച് ആരെങ്കിലും ഒരാൾ ജയിക്കുന്നത് അപാകമുള്ള കാര്യമല്ല. പക്ഷേ എന്താണോ നിങ്ങൾ ദേശീയ തലത്തിൽ പറയുന്നത്, അതിന് നേരെ ഘടകവിരുദ്ധമായി പരസ്പരം ന്യൂനപക്ഷ പ്രീണനവും പരസ്പരം ഹിന്ദുത്വവാദവും ആരോപിച്ച് നിങ്ങൾ പരസ്പരം റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ. അഭിലാഷ്, എനിക്കൊരു അല്പം സമയം തരണം ഇത് വിശദീകരിക്കാനുണ്ട്. കാരണം ഞാൻ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എന്തിനെതിരെയാണ് പോരാടുന്നത്?
നമ്മൾ ഈ വർഗീയതയുടെയും ഈ കുത്തകവൽക്കരണത്തിന്റെയും അഴിമതിയുടെയും എല്ലാം രാഷ്ട്രീയത്തിനെതിരാണ് പോരാടുന്നത്. അത് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിക്കോ നരേന്ദ്രമോദി എന്നൊരു വ്യക്തിക്കെതിരല്ല, ആ ചിന്തക്കെതിരെയുള്ള പോരാട്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയിലും RSSലും BJPയിലും ഇന്ന് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ, അത് അഴിമതിയാവട്ടെ, സ്വജനപക്ഷമാവട്ടെ, കുത്തകവൽക്കരണമാവട്ടെ, ഏകാധിപത്യ പ്രവണതയാവട്ടെ, വർഗീയതയുടെ പ്രവണതയാവട്ടെ, ഇതിൽ എവിടെയാണ് പിണറായി വിജയനെ മാറ്റി നിർത്താൻ കഴിയുക? എവിടെയാണ് കേരളത്തിലെ CPM മാറ്റി നിർത്താൻ കഴിയുക? ഞങ്ങൾക്ക് സീതാറാം യെച്ചൂരിയോട് ഞങ്ങൾക്ക് ഒരു ചങ്ങാത്തവും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വന്നാൽ ആ രാഷ്ട്രീയത്തിനെതിരെ, ആ ചിന്തയ്ക്കെതിരെയുള്ള പോരാട്ടം വരുമ്പോൾ BJPയും പിണറായി വിജയനും പിണറായിസ്റ്റുകളും എല്ലാം ഒരു വശത്താണ് നിൽക്കുന്നത്. ഞങ്ങൾ പോരാടുന്നത് ഈ കുത്തകവൽക്കരണത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ, വർഗീയത തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മറ്റൊരിടത്തും വർഗീയത ഉപയോഗിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ, അഴിമതിക്കെതിരെ. സ്വന്തം മകളുടെ പേരിൽ AKG സെന്ററിന്റെ അഡ്രസ് വെച്ച് കടലാസ് കമ്പനി ഉണ്ടാക്കി കൊടുക്കാത്ത സേവനത്തിന് GST തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റം ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ നിൽക്കുകയാണ്. ആ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ 2019 ROCയുടെയും 2021 EDയുടെയും അന്വേഷണം തുടങ്ങിയിട്ട് 4 വർഷക്കാലം കമാ എന്നൊരക്ഷരം ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലും പറയാതെ പിണറായി വിജയന് കവചമൊടുക്കി കൊടുത്ത BJP നിൽക്കുകയാണ്. എവിടെയാണ് പിണറായി വിജയനും BJPയും തമ്മിൽ വ്യത്യാസം? ഒന്ന് പറഞ്ഞേ. ഇനി ഇവിടെ പറയുന്നുണ്ടല്ലോ, ഈ അരവിന്ദ് കെജ്രിവാളിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള കത്ത് കൊടുത്തു. ഞങ്ങൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള കത്ത് കൊടുക്കുന്നേ. ഇത്രമാത്രം അഴിമതി മകളുടെ പേരിലും ഈ രാജ്യത്തിന്റെ വിഭവങ്ങളെ എങ്ങനെയാണോ നരേന്ദ്രമോദി അദാനിക്ക് കൊള്ളയടിക്കാൻ സഹായം ചെയ്തു കൊടുക്കുന്നത്, അതേപോലെ കേരളത്തിന്റെ വിഭവത്തെ കർത്തയ്ക്ക് വിൽക്കാൻ വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന പിണറായി വിജയനെ നരേന്ദ്രമോദിയെ കെട്ടുന്ന അതേ ദുഃഖത്തിൽ കെട്ടി ഞങ്ങൾ കേസ് കൊടുക്കും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയും. അവിടെ രാഷ്ട്രീയം അദ്ദേഹത്ത് വളരെ വ്യക്തമാണ്. മനസ്സിലായില്ലേ? പിന്നെ ചരിത്രാതീത കാലം മുതൽ ഇതല്ലേ ഇവർ ചെയ്തിട്ടുള്ളത്? ചരിത്രം മുഴുവൻ പരിശോധിച്ചു നോക്കൂ. എന്നും ഈ BJPയുടെ വശത്താണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടി സ്ഥാനമുണ്ടായിരുന്ന CPM വെള്ളി തളികയിൽ വെച്ച് ഈ ജനസംഘിനും BJPക്കും അതുകൊണ്ട് ആ പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ട് കൊടുക്കുകയും കേരളത്തിൽ ഉൾപ്പെടെ ആ വർഗീയ ശക്തികളെ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് ഇടമുണ്ടാക്കി കൊടുത്ത പാർട്ടിയാണ് CPM. ശരി, ഓക്കെ. അത് നമുക്ക് മറക്കാൻ കഴിയുമോ? ഇപ്പൊ പറയുന്ന ഹിന്ദുത്വ വിരുദ്ധതയും ഇപ്പൊ പറയുന്ന വർഗീയ വിരുദ്ധതയൊക്കെ ഇപ്പൊ പറയുന്നതല്ലേ? ഇതൊക്കെ ചരിത്രം എന്താണ് ചെയ്തത് എന്നുള്ളത് ഇവർ ആലോചിക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇവരെ വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിശ്വാസത്തിലെടുക്കാത്തത്. ഓക്കെ, ശ്രീ അനിൽകുമാർ, നോക്കിപ്പോ കേരളത്തിലെ ജനങ്ങൾ, ഈ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ വിവേകമുള്ള, ബുദ്ധിശക്തിയുള്ള, ചോറുണ്ടെന്ന ആളുകളാണല്ലോ. അവർ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നു CPMനെയും BJPയെയും ഒരേ നുകത്തിൽ കെട്ടാം, രണ്ടും വർഗീയതയാണെന്ന്. അപ്പോൾ താങ്കൾ കോൺഗ്രസ് മൃദു ഹിന്ദുത്വവാദികളാണ്, BJPക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്നവരാണ് എന്ന് ആരോപിക്കുന്നു. എവിടെ നിന്ന് ആരോപിക്കുന്നു? ഈ കേരളത്തിൽ നിന്ന്. ഈ കേരളം അങ്ങ് കഴിഞ്ഞാലോ, തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മധുരയിൽ സു വെങ്കടേശൻ, അതുപോലെ തന്നെ ഡിണ്ടിഗലിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി സച്ചിദാനന്ദൻ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് തരുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ്. നേരത്തെ ഇവിടെ പോസ്റ്ററൊക്കെ കാണിച്ചല്ലോ, രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചും സ്റ്റാലിന്റെ പടം വെച്ചുമാണ്. അമ്രാറാം, നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, സിക്കറിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ പിന്തുണയാണ്. മൂർഷിദാബാദിൽ മുഹമ്മദ് സലീം മത്സരിക്കുന്നത്, അല്ലെങ്കിൽ സുജൻ ഭട്ടാചാര്യ, ദീപ്സിത ദർ, ഇവരൊക്കെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ്. അപ്പൊ കേരളം കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു, നിങ്ങൾ സഖ്യകക്ഷികളാണ്. അപ്പോൾ ഒരേ നുഖത്തിൽ കെട്ടാവുന്ന വർഗീയവാദികളാണെങ്കിൽ കേരളത്തിന് പുറത്ത് സഖ്യമാവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ പരസ്പരം കോൺഗ്രസും CPMും വർഗീയത ആരോപിക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലാണ്. അവര് ഒരു തരത്തിലും ബുദ്ധിശക്തി ഇല്ലാത്ത ആളുകളാണെന്നാണോ നിങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്നത്? മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കേരളത്തിനൊരു ഔന്നത്യമുണ്ട്. ആ ഔന്നത്യം ഇന്ത്യ രാജ്യത്തിനാകെ ഇല്ല. അതിൻ്റെ ഭാഗമായി ഇന്ത്യ രാജ്യം വർഗീയവൽക്കരിക്കപ്പെട്ടപ്പോഴും കേരളം അതിനെതിരായി പോരാടി നിന്നു. ആ പോരാടി നിൽക്കുന്ന കേരളത്തിൽ എങ്ങനെയാണ് വർഗീയ രാഷ്ട്രീയത്തിന് കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വം സഹായകരമാകുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ ഏതെല്ലാം വേഷം കെട്ടിയാണ് ശബരിമലയും പറഞ്ഞുകൊണ്ടിറങ്ങിയത്? ഞങ്ങളാണോ ആരോപിക്കുന്നത്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആരോപണം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്തെല്ലാം വേഷം കെട്ടാണ് ഈ കോൺഗ്രസ്സുകാർ ഈ കേരളത്തിൽ നടത്തിയത്? BJPക്കാരെ പോലെ അവർ തമ്മിൽ മത്സരിച്ച് BJP ഇവർ തോൽപ്പിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ വർഗീയത ഉപയോഗിച്ചത് ആരാണ്? വിശ്വാസത്തെ ഉപയോഗിച്ചത് ആരാണ്? ഇവിടെ ഇപ്പോൾ പറയുന്നത് കേട്ടല്ലോ, ഏതാണ്ട് ഞങ്ങളുടെ ചരിത്രാതീത കാലം മുതൽ ഞങ്ങൾ BJPയെ പിന്തുണയ്ക്കുന്നു. 2004 AK ആന്റണി കേന്ദ്രമന്ത്രിയായല്ലോ, മകനെ ഇപ്പോൾ BJPക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ഇവിടെ BJP എതിർക്കാൻ വേണ്ടി BJPയിലേക്ക് മകനെ വിട്ടുകൊടുത്തു. 2 പേര്, 2 മുൻ മുഖ്യമന്ത്രിമാർ.
അതിൽ ജീവിച്ചിരിക്കുന്ന ആൻ്റണി വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. നാളിതുവരെ അനിൽ ആൻ്റണിയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞോ? നിങ്ങൾ ഏറ്റവും നികൃഷ്ടമായി ബി ജെ പിയിലേക്ക് ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെ മകൻ പോയിട്ട് നിങ്ങൾ പറയുന്നത് കേട്ടോ. അതേസമയം കരുണാകരൻ്റെ മകൾ പോയപ്പോൾ ചില വാക്കുകൾ നിങ്ങളുടെ നേതാവ് പറയുന്നത് കേട്ടല്ലോ. എന്താണ് അനിൽ ആൻ്റണി പോയപ്പോൾ മിണ്ടാത്തത്? എന്താ രണ്ട് പോക്കാണോ? അവിടെയാണ് പറയുന്നത് നിങ്ങൾ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. ആ റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ട് നിങ്ങൾ എതിർക്കും. അത് ഇന്ത്യ മുഴുവനാണ്. ഇതെല്ലാം ഈ കോൺഗ്രസ് ഉള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി എതിർക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ പറയുമ്പോഴും കോൺഗ്രസ്സുകാർ ഇന്നലെയും പോകുന്നത് കണ്ടില്ലേ? ഇന്നലെയും ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സുകാരൻ പോകുന്നത് നമ്മൾ കണ്ടില്ലേ? ഗോവയിലാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തു കൊടുത്ത ആളങ്ങ് പോയി. വേറെ സ്ഥലത്താണെങ്കിൽ ഇവരെ ഗാർഡ് ചെയ്യാൻ തീരുമാനിച്ചു, അവരാദ്യം അങ്ങ് പോയി. ഇതല്ലേ കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇനി ഇവിടെ പറഞ്ഞല്ലോ എന്താ, നരേന്ദ്രമോദിയുടെ ഒരു ഔദാര്യം വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ചരിത്രാതീത കാലം പറയുമ്പോൾ 2004 ഇടതുപക്ഷത്തിന് 63 എം പിമാരുണ്ടായിരുന്നു. കേരളത്തിൽ ഒറ്റ കോൺഗ്രസ്സുകാർ ജയിച്ചില്ല. ഞങ്ങൾ ബി ജെ പിയെ ശക്തിപ്പെടുത്താനാണെങ്കിൽ 2004 തെരഞ്ഞെടുപ്പിൽ എന്തിനാ നിങ്ങളെ മന്ത്രിമാരാക്കാൻ വേണ്ടി ഒരു കടിഞ്ചായയുടെ ചിലവുണ്ടായോ? ഞങ്ങളെ റിസോർട്ട് കൊണ്ട് കിടത്തേണ്ടി വന്നോ? ഞങ്ങളുടെ ക്രെഡൻഷ്യൽ അതാണ്. അത് പിണറായി വിജയൻ്റെ ക്രെഡൻഷ്യലാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്രെഡൻഷ്യലാണ്. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പെന്താണ്? അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനത്തിന് ഞങ്ങൾ കൈവക്കും. അതിൽ പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. നരേന്ദ്രമോദിയും ബി ജെ പിയും ആകരുത് എന്ന് മാത്രമേ മുൻ ഗ്യാരണ്ടിയുള്ളൂ. അത് മാത്രമേ മുന്നുപാധിയുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ബ്ലാങ്ക് ചെക്ക്. പക്ഷേ ഞങ്ങളാണ് ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്, കോൺഗ്രസ് അല്ല. കേരളത്തിൽ ഞങ്ങളുണ്ട്, കേരളത്തിൽ ഇടതുപക്ഷമുണ്ട്. തനി തങ്ക ഇരിക്കുമ്പോൾ നിങ്ങളെന്തിനാണ് മാറ്റിൻ്റെ പുറകെ പോകുന്നത്? തനി തങ്കം ഇരിക്കുമെന്ന പൂശി വന്നവരുടെ പുറകെ പോകുന്നത്? അതുകൊണ്ട് മതനിരപേക്ഷതയുടെ കറയറ്റ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന ഞങ്ങളാണ്. ആ ഞങ്ങളെ കടന്നാക്രമിക്കാൻ കോൺഗ്രസ് എന്താ കാണിക്കുന്നത്? ഇപ്പം തന്നെ തെറ്റായൊരു കാര്യം ഇവിടെ പറഞ്ഞു. എന്തോ ഒരു അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു. അന്വേഷണം എന്ന് പറയുന്നത് CMR നിന്ന് കള്ളപ്പണം കൊണ്ടുപോയതിനെക്കുറിച്ചാണ്. അത് ഉമ്മൻചാണ്ടിയല്ലേ കൊണ്ടുപോയത്? ചെന്നിത്തലയല്ലേ കൊണ്ടുപോയത്? കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞുമല്ലേ കൊണ്ടുപോയത്? ആ കൊണ്ടുപോയ പണം കിട്ടിയെന്ന് ഇവർ വെളിപ്പെടുത്തിയില്ലേ? നിങ്ങളുടെ കണക്കിൽ കാണിക്കാവോ? ആ കള്ളപ്പണത്തെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷിക്കട്ടെ, ഇവിടെ ആർക്കാ തർക്കം? പിന്നെ മുഖ്യമന്ത്രിയുടെ മകളോ? അവർ കമ്പനി നടത്തുന്നുണ്ട്, അവർ കുറേ ജോലിയും ചെയ്തിട്ടുണ്ട്. അവരുടെ അക്കൗണ്ട് നിങ്ങളെടുത്ത് പരിശോധിക്കുക. ആ അക്കൗണ്ടിനകത്ത് ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് തെളിവ് കിട്ടുമല്ലോ. അവിടെ ഷെൽ കമ്പനിയാണെങ്കിൽ ആ കമ്പനിയിൽ പണിയെടുത്ത ജോലിക്കാരുടെ വിലാസം നിങ്ങൾക്ക് വേണോ? അവർക്ക് എഞ്ചിനീയർമാർക്ക് മാസാമാസം ശമ്പളം കൊടുത്തതിൻ്റെ രേഖ നിങ്ങൾക്ക് വേണോ? ഇതൊക്കെ കിട്ടാത്ത കടലാസ? ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും വാങ്ങിച്ച കമ്പനിയുടെ പേരാണ് ഷെൽ കമ്പനി. ഈ CMRL കമ്പനിയോ അല്ലെങ്കിൽ എക്സാലോജിക്കോ ഷെൽ കമ്പനിയല്ല. അതിന് ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തതിൻ്റെ തെളിവ് കൊണ്ട് തരാം. അപ്പോൾ ഏത് കാര്യം കിട്ടിയാലും ഞങ്ങളുടെ പേരിൽ ആക്ഷേപം. മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ തക്കവണ്ണം നിങ്ങൾ കമല ഇൻ്റർനാഷണൽ എന്തെല്ലാം കെട്ടുകഥ പറഞ്ഞു. ശരി, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ കോൺഗ്രസിൻ്റെ BJPയുടെ പ്രതിനിധി പറഞ്ഞതിന് 2 വാക്ക് മറുപടി പറയണം. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇവിടുത്തെ ഹിന്ദു ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ പുരോഗതി ഉണ്ടാക്കുന്നത് BJP ആണോ ഇടതുപക്ഷമാണോ? ഞങ്ങൾ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്ത് ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുത്തതാണേ. ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുത്തപ്പോൾ ഇവിടുത്തെ പട്ടികജാതിക്കാരന് ഭൂമി കിട്ടി, ഈഴവർക്ക് ഭൂമി കിട്ടി, പിന്നോക്കക്കാർക്ക് ഭൂമി കിട്ടി, കൃഷിക്കാരായ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഭൂമി കിട്ടി. നിങ്ങൾ 10 കൊല്ലമായി ഈ രാജ്യത്തെ ജന്മികളുടെ ഭൂമി പാവപ്പെട്ടവന് കൊടുത്തോ? രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ പണിയെടുക്കുന്നവന് കൂലി വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഈ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിലാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം കേരളത്തിലാണ്. മനുസ്മൃതി നടപ്പാക്കുന്ന നാടുകളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം കേരളത്തിൽ സാധ്യമാക്കുന്നതിൽ ഇടതുപക്ഷത്തിന് പങ്കുണ്ട്. ബംഗാളിനെ കുറിച്ചൊന്നും ഞങ്ങൾ തലകുനിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയോ? ബംഗാളിൽ ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നന്നായി നിർവഹിച്ചിട്ടുണ്ട്. അതേസമയം ഞങ്ങളെ പരാജയപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സഖ്യം ശക്തിപ്പെട്ടു. അവരധികാരത്തിൽ വന്നു, ഞങ്ങളുടെ സഖാക്കളെ കൊന്നു. തൃണമൂൽ കോൺഗ്രസ് 2000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോർഡിൽ നിന്ന് വാങ്ങിച്ചത്. ആ കാശെല്ലാം ഉപയോഗിച്ച് ഞങ്ങളുടെ സഖാക്കളെ പീഡിപ്പിച്ച് കൊന്ന് പാർട്ടി ഓഫീസിൽ തകർത്ത് കോൺഗ്രസിനെയും തകർത്തവർ. ഇതെല്ലാം ബംഗാളിൽ അനുഭവിച്ച കോൺഗ്രസ്സുകാർ ഇടതുപക്ഷത്തോട് കൂടിച്ചേർന്നിരിക്കുകയാണ്. എന്നിട്ടാണ് നിങ്ങൾ ബംഗാൾ കഥ പറയുന്നത്. അതുകൊണ്ട് BJPക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം കോൺഗ്രസിനോടും BJPയോടും പറയണം. ഇന്ത്യ രാജ്യത്തൊരു പ്രതിരോധമുണ്ട്. JNUവിൽ കണ്ടോ? ABVP പുറത്താക്കി, പകരം വന്നത് കോൺഗ്രസ് അല്ല. അത് കാണണം. അത് മതനിരപേക്ഷമാണ് വിദ്യാർത്ഥികൾ. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സായുധമായി BJPയും ABVPയും കടന്നാക്രമണം നടത്തിയ, ഇന്ത്യ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പോരാട്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്ന JNU 4 കൊല്ലത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആദ്യ അവസരത്തിൽ നരേന്ദ്രമോദിയുടെ ചെകിട്ടത്തിനടിച്ചെങ്കിൽ ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഫലം
അതിൻ്റെ സൂചന JNU കാണാം. ചെറുപ്പക്കാർ മോദിക്കെതിരാണ്, ഇന്ത്യ മോദിക്കെതിരാണ്, ഇന്ത്യ BJPക്കെതിരാണ്. ശരി, ഓക്കെ. ശ്രീ പ്രകാശ് ബാബു, ഇവിടെ ഇപ്പോൾ നമ്മൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് രംഗമായതുകൊണ്ട് തന്നെ. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഫീൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വന്ന പട്ടികയിൽ അങ്ങനെയാണല്ലോ. വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനും രാഹുൽ ഗാന്ധിയെ മണ്ഡലത്തിന് പുറത്തേക്ക് വിടാതിരിക്കാനുമാണ് ഈ പോരാട്ടം എന്നൊക്കെ എവിടെയൊക്കെയോ കണ്ടു. നോക്കൂ, പക്ഷേ വളരെ ചെറിയ വോട്ട് വിഹിതം മാത്രമുള്ള ആ മണ്ഡലത്തിന്റെ പാറ്റേണും ഡെമോഗ്രഫിയും ഒക്കെ അനുസരിച്ച് BJPക്ക് വളരെ ചെറിയ വോട്ട് മാത്രം കിട്ടിയിട്ടുള്ള ചരിത്രമുള്ള മണ്ഡലമാണ്. 2009 വെറും 3.85, 2014 8.83, കഴിഞ്ഞ തവണ 7.25. അങ്ങനെ 8% താഴെ വോട്ട് മാത്രം കിട്ടുന്ന ഒരു മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷനെ തന്നെ നിയോഗിക്കുക വഴി പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ബേജാർ ഉണ്ടാവേണ്ടതുണ്ടോ? അഭിലാഷ്, ഞാൻ അതിന്റെ മറുപടി തരാം. അതിനു മുമ്പ് ഒറ്റ കാര്യം, നമ്മൾ ഇത്ര സമയം ചർച്ച ചെയ്തതിൽ വെച്ച് ബഹുമാനപ്പെട്ട അനിൽകുമാറിന് ഒരു വലിയൊരു വിപ്ലവകരമായ ഒരു വിജയം കിട്ടിയത് JNUവിലെ വിജയമാണ്. ഞാനതിനെ തള്ളിക്കളയുന്നില്ല. പക്ഷെ അനിൽകുമാറെ അവിടെ കുറെ കാലമായിട്ട് ഇടതുപക്ഷം തന്നെയാണ് അനിൽകുമാറെ. പക്ഷെ താങ്കൾ പറയേണ്ടത് അങ്ങനെയായിരുന്നില്ല. താങ്കൾ പറയേണ്ടത് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത പശ്ചിമ ബംഗാളിൽ 35 കൊല്ലം ഭരിച്ച പശ്ചിമ ബംഗാളും ത്രിപുരയിൽ സ്ഥാനാർത്ഥിയെ പോലെ കിട്ടാൻ പറ്റാത്ത ഒരു മരുന്നിന് കൂട്ടാനില്ലാത്ത അവസ്ഥ എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഉത്തരം പറയുന്നതിന് പകരം താങ്കൾ പറഞ്ഞ ചേട്ടത്തടി അല്പം മാറിപ്പോയി. ഒന്ന്. രണ്ടാമത്തത് അഭിലാഷേ, ഇപ്പോൾ എത്ര ശക്തമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഈ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ മത്സരിക്കുന്ന ഈ രണ്ട് പേരും നടത്തിയിട്ടുള്ളത്. എനിക്ക് ബഹുമാനപ്പെട്ട അനിൽകുമാറോട് പറയാനുള്ളത്, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇലക്ഷൻ സമയത്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്ത്യ എന്നുള്ള മാറ്റിയിട്ട് ദയവ് ചെയ്തൊന്ന് കേരള എന്ന് ആക്കി മാറ്റണം. എന്നാലെങ്കിലും അല്പം ജാള്യതയില്ലാതെ നിങ്ങളുടെ പ്രവർത്തകർക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമതൊന്ന് അഭിലാഷേ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ബഹുമാനായ രാജു പറഞ്ഞു, ഞങ്ങൾ ഈ കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൽ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. കെജ്രിവാളിന്റെ അറസ്റ്റ്, എൻ്റെ ചോദ്യം, തെലുങ്കാനയിലെ കമ്മം റാലിയിൽ വെച്ച് നമ്മളൊക്കെ കണ്ടതാണ്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഈ ഡൽഹിയിലെ ഈ മദ്യനയ അഴിമതിയുടെ പ്രഭവ കേന്ദ്രത്തിലെ പങ്കാളിയായ കവിതയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, കോൺഗ്രസിന്റെ സമുന്നത നേതാവ് അജയ് മാക്കൻ ഇവരെ അറസ്റ്റ് ചെയ്യണം, ഇവിടെയുള്ള 40 കോടിയാണ് ഗോവയിൽ കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചത്, പറഞ്ഞില്ലേ? ഇതിൽ ആദ്യ അന്വേഷണം CBI കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ 2 മാസം മുമ്പ് ഇതിന്റെ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടത് ഡൽഹിയിലെ PCC പ്രസിഡന്റ് അല്ലേ? അവസാനം അറസ്റ്റ് ചെയ്തപ്പോ 9 തവണ സമൻസ് കൊടുത്തിട്ടും ഹാജരാകാതെ അറസ്റ്റ് ചെയ്തപ്പോ അയ്യോ ജനാധിപത്യം തകർന്നു, വേട്ടയാടി രക്ഷിക്കണം, മൈതാന പ്രസംഗം ഒന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, തിരിച്ചു ഞാൻ ചോദിക്കുന്നു, പ്രിയപ്പെട്ട രാജു P. നായർ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം വരുമ്പോ അല്ലെങ്കിൽ അന്വേഷണത്തിൽ എന്തെങ്കിലും അവർക്കെതിരായിട്ടുള്ള തെളിവ് ലഭിച്ചാൽ അറസ്റ്റ് ചെയ്യുമ്പോൾ താങ്കളുടെയും VD സതീശന്റെയും K. സുധാകരന്റെയും വാദം ഇത് തന്നെയായിരിക്കുമോ? വേട്ടയാടലായിരിക്കുമോ? AC മൊയ്തീനെ അറസ്റ്റ് ചെയ്താൽ, AC മൊയ്തീനെ ഇനിയും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഇത് തന്നെയായിരിക്കുമോ നിങ്ങളുടെ? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഇരകളോടൊപ്പവും വേട്ടക്കാരോടൊപ്പം ഒക്കെ ഉള്ള ഈ ഒരു ഓട്ടം ദയവ് ചെയ്ത് നിങ്ങളൊന്ന് നിർത്തണം. രണ്ടാമത് ഒറ്റ കാര്യം കൂടി അഭിലാഷേ, ഒന്ന്, ഈ പോപ്പുലർ ഫ്രണ്ടിനോടക്കം സന്ധി ചെയ്യുന്ന ഒരു ഗതികേട്, എന്തൊരു ഗതികേട് പാർട്ടിക്ക്. അഭിമന്യുവിന്റെ കൊലയാളികളോടൊപ്പം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വോട്ട് അഭ്യർത്ഥിച്ച് സന്ധി ചെയ്ത് യോഗം ചേർന്നവരാണ് ഈ രണ്ട് മുന്നണികൾ. അതുകൊണ്ട് നിങ്ങളുടെ നയവും നിങ്ങളുടെ ആദർശമൊക്കെ ഇവിടെ വ്യക്തമാണ്. അതോടൊപ്പം അഭിലാഷേ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഒരു മിനിറ്റ് എനിക്ക് തരണം. 10 കൊല്ലം കൊണ്ട് എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചതെന്ന് ചോദിച്ചല്ലോ. 67 കൊല്ലം ഇന്ത്യ രാജ്യത്ത് അടിസ്ഥാന മേഖലയിൽ 91,000 കിലോമീറ്റർ ദേശീയപാതയുള്ള രാജ്യം 10 കൊല്ലം നരേന്ദ്രമോദി ഭരിച്ചപ്പോ 63,000 കിലോമീറ്റർ നിർമ്മിച്ച് ഇന്ന് 1,54,000 കിലോമീറ്റർ ആയി. 74 വിമാനത്താവളം ഉണ്ടായിരുന്ന രാജ്യം 67 കൊല്ലം, 10 കൊല്ലം നരേന്ദ്രമോദി ഭരിച്ചപ്പോൾ ഇന്ന് 154 വിമാനത്താവളമായി. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 25 കൊല്ലം ഭരിച്ച ത്രിപുരയിൽ അനിൽകുമാറെ ബ്രോഡ് ഗേജ് ആദ്യമായിട്ട് പോയത്, ഇന്ത്യക്കാരന്റെ അധ്വാനം കൊണ്ട് നിർമ്മിച്ചു പോയത് ഈ ഗവൺമെന്റ് വന്നപ്പോയാ. 15 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 7 എണ്ണം 67 കൊല്ലം, നരേന്ദ്രമോദി 10 കൊല്ലം കൊണ്ട് 15, IIT 15 എണ്ണം, 215 മെഡിക്കൽ കോളേജുകൾ, പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തിലെ 35ഓളം റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ? ഇതൊക്കെ റിപ്പോർട്ട് കാർഡായിട്ട് BJP പറയുന്നത്. സുരേന്ദ്രന്റെ കാര്യത്തിൽ താങ്കൾ ഉത്തരം പറഞ്ഞില്ല. അടുത്ത ഊഴത്തിൽ സമയം ഉണ്ടെങ്കിൽ പറയുമായിരിക്കും. ചർച്ച അവസാനത്തെ മിനിറ്റിലാണ്. ശ്രീ രാജു P. നായർ, ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, പെട്ടെന്ന് ചുരുക്കൂ.
ഞാനിവിടെ പറയാം. ഇപ്പൊ BJPയുടെ പ്രതിനിധി പറഞ്ഞ ഒന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ഒരു അഴിമതി ആരോപണവും അന്വേഷിക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല. നിങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു, ഒരു കോടതിയിലും പോയിട്ട് ഞങ്ങൾക്ക് സമൻസ് ചാലഞ്ച് ചെയ്ത് പോയില്ലല്ലോ. 5 ദിവസം നിങ്ങൾ ആവശ്യപ്പെട്ട അത്രയും സമയം ഇരുന്നു വന്നില്ലേ നിങ്ങളോട് ചോദ്യം ചോദിക്കാനായിട്ട്? ഞങ്ങൾ പ്രശ്നം എന്താ? നിങ്ങളുടെ ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. ഒന്ന്, നിങ്ങൾ കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് വരുന്ന എത്രയോ പേര്, ഛഗൻ ഭുജ്ബൽ, അജിത് പവാർ, ദിഗംബർ കമ്മത്ത്, YS രമേശ് ചൗധരി ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും വാഷിംഗ് മെഷീനിലിട്ട പോലെ അഴിമതി നിങ്ങൾ ഇല്ലാതെയാക്കി കളഞ്ഞല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് അതിനകത്ത് അഴിമതി അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് അദാനിയെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നില്ല? എന്തുകൊണ്ട് KG ബേസിന് അന്വേഷണം നടക്കുന്നില്ല? എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ 20,000 കോടി അന്വേഷണം നടത്തുന്നില്ല? ചില സ്ഥലങ്ങളിൽ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. അവസാന മിനിറ്റാണ്. നിങ്ങൾ ഈ ഭരണഘടനയിലൊക്കെ വലിയ വിശ്വാസമുള്ള ആൾക്കാരാണല്ലോ. ഒരു സ്ഥലത്ത് നിങ്ങൾ ഈ അഴിമതിയുടെ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ശരി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ പറഞ്ഞ എല്ലാ വാദങ്ങളും ഏറ്റുമുട്ടട്ടെ. വളരെ നന്ദി 3 പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.